ഹലോ എവ്രിവൺ. എനിക്ക് റീസെൻ്റ് ആയിട്ടൊരു ഫ്രെയിം വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതിൻ്റെ 2-3 സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ ഇറങ്ങാൻ സമയത്ത് കസ്റ്റമറെ വിളിച്ചപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തതിൽ ഡേറ്റിലൊരു കറക്ഷനുള്ള കാര്യം ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് പോയി അത് കറക്റ്റ് ചെയ്തു വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് ഒരു അറൗണ്ട് 20 മീറ്റർ നടന്നാൽ മതിയായിരുന്നു ബസ് സ്റ്റോപ്പിലോട്ട്. ഇനി ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കസിനും കൂടെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ഇത് ആദ്യത്തെ ഒരു ഔട്ടിങ്ങാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ആദ്യം പോയത് നമ്മൾ സ്റ്റുഡിയോയിലോട്ടാണ് പോയത്. എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ വർക്കിൽ ഒരു ഫോട്ടോ ബാനർ കൂടി ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഫോട്ടോ ബാനർ ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മെഷർ ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് നിന്നില്ല, കാരണം എനിക്ക് തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ചു. സോ ഞാൻ അവിടെ പോയപ്പോൾ ഒരു ഫോട്ടോ ബാനറും കൂടി ഞാൻ എടുത്ത് കയ്യിൽ വെച്ചു. എന്നിട്ട് എൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തു. ഫോട്ടോസ് എല്ലാം ഡിഫറെൻറ്റ് സൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു ഇതെല്ലാം അലൈൻ ചെയ്ത് കിട്ടാനായിട്ട്. പക്ഷേ ഫൈനലി എല്ലാം കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ കിട്ടി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്തുള്ളൊരു ബേക്കറിയിലോട്ട് പോയി. അവിടെ നിന്ന് മെനു കാർഡൊക്കെ നോക്കി ഉള്ളതിൽ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ളൊരു ഷാർജ നോക്കി നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ പയ്യെ അതൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് ഈ ഫോട്ടോസ് ഹാങ് ചെയ്തിടാനായിട്ട് ഒരു ത്രെഡ് വേണമായിരുന്നു. നമ്മൾ ഫസ്റ്റ് കയറിയ കടയിൽ എക്സാക്റ്റ് കളർ ഉണ്ടായിരുന്നു, പക്ഷേ റേറ്റ് കൂടുതലായിരുന്നു. നമ്മുടെ ഓവറോൾ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കത്തില്ല. ബാക്കിയുള്ള ത്രെഡെല്ലാം അത്ര കട്ട് ചെയ്യുമില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എനിക്കറിയാവുന്ന വേറൊരു കടയിൽ കയറി. അവിടുത്തെ അങ്കിള് എൻ്റെ അടുത്ത് ഒരുപാട് ത്രെഡിൻ്റെ പേരൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു. അങ്ങനെ ആ അങ്കിൾ ഒരു ത്രെഡ് കാണിച്ചു തന്നു. അതെനിക്ക് ഓക്കെ ആയിരുന്നു, എൻ്റെ റേറ്റിൽ നിൽക്കുന്നതുമായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ച് നമ്മുടെ പർച്ചേസിങ് എല്ലാം അവിടെ കഴിഞ്ഞു. പിന്നെ സ്റ്റാൻഡിൽ പോയി ഒരു ബസ് കയറി നേരെ വീട്ടിലോട്ട് പോയി.